friends, Rice and Days video like എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. വാനില എസൻസ്, സൂപ്പർ റെഡ് ജെൽ കളറ്, ടൊമാറ്റോ റെഡ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബട്ടർ മിൽക്കിനകത്തോട്ട് നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള കളറ് ആഡ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ സൂപ്പർ റെഡ് കളറും 1/4 ടീസ്പൂൺ ടൊമാറ്റോ റെഡും കൂടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കളറൊക്കെ ആഡ് ചെയ്ത് നല്ല കളറായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 മുട്ടയാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഞാൻ വാനില എസൻസ് ഇതിനോട് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുവാണേ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ 1.25 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും പിന്നെ 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടർ മിൽക്കിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ബട്ടർ മിൽക്ക് 1/2 കപ്പ് ബട്ടർ മിൽക്കിലായിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ 1 ടീസ്പൂൺ സൂപ്പർ റെഡും 1/4 ടീസ്പൂൺ ടൊമാറ്റോ റെഡും കൂടി മിക്സ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് കുറേശ്ശെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒട്ടി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഞാൻ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇൻ കേസ് അല്പം കേക്ക് പൊങ്ങി വന്നാൽ ഇത് കവിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്ന ഓവനിൽ വെച്ചിട്ടല്ല, നമ്മൾ മുന്നമേ തയ്യാറാക്കിയതുപോലെ തന്നെ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ ഞാൻ 10 മിനിറ്റ് ഇപ്പോൾ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വാനില സ്പോഞ്ച് കേക്ക് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്യുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ഈ മേൾഭാഗം ഇച്ചിരി ഈ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചുകൊണ്ട് തന്നെ മേൾഭാഗം ഇച്ചിരി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ കേക്കിൻ്റെ ഐസിങ്ങിന് വേണ്ടി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട, നല്ല മധുരമുള്ളതാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് നമ്മുടെ പാകത്തിന്, ഐസിങ്ങിൻ്റെ പാകത്തിന് നല്ല സ്റ്റിഫായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ക്രീം ചീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പായിട്ട് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലെയർ എടുത്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് നോക്കാം. ഇനി ഇതിനകത്തൊരു കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. മുകളിലേക്ക് നമ്മൾ ഗനാഷാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഗനാഷ് തയ്യാറാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. തയ്യാറാക്കിയെന്ന് വെച്ചാൽ 50 ഗ്രാം വിപ്പിംഗ് ക്രീമും 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും കൂടി, വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കിയിട്ട് വൈറ്റ് കോമ്പൗണ്ട് അതിനകത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് സൂപ്പർ റെഡ് കളർ ഒരു 3-4 തുള്ളി ചേർത്തിട്ടാണ് ഈ ഗനാഷ് തയ്യാറാക്കിയേക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷ് ഒഴിച്ച് നല്ല ഭംഗിയായിട്ടില്ലേ, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതൊന്നോടെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നോടെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് 1-2 ഫ്ലവർ വരച്ചു കൊടുക്കുവാണേ ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരച്ചു കൊടുത്ത ഫ്ലവറിൻ്റെ മുകളിലേക്ക് ചെറിയും കൂടി വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.